ഹായ്, നമസ്കാരം. ഓവനും മുട്ടയും ബീറ്ററും ഒന്നുമില്ലാതെ നല്ലൊരു ക്യാരറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പാത്രത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. ഇത് കണ്ടോ, നല്ല സ്പോഞ്ചിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. 3 ചെറിയ ക്യാരറ്റാണ് ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് നമുക്കിതുപോലെ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിന്നൊരു 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സോസ് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് കാരമലൈസ് ചെയ്യാൻ പോവാണ് നമ്മൾ. അപ്പോൾ ക്യാരറ്റ് കേക്കിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ ഉരുകി നല്ല കളറായിട്ട് വരും, ചുവന്ന കളറായിട്ട് വരും. ഇനി ഇതിലേക്ക് ലോ ഫ്ലെയിമിലേക്ക് ആദ്യം നമുക്ക് തീ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ആദ്യം കട്ടിയാവും, പിന്നെ തന്നെ അത് ഉരുകിക്കോളും. കുറച്ച് നേരം ഫ്ലെയിമിൽ അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇതുപോലൊരു പാത്രം വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിരുന്നു. ഇതിലേക്ക് ഒരു കഷ്ണം പട്ടയും 2 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഇനി ഇതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കുന്ന പാത്രം എടുക്കുക. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ബട്ടർ പുരട്ടി കൊടുക്കാം. നന്നായിട്ട് എല്ലാവിടെയും സൈഡിലൊക്കെ പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര അതിൽ ചേർത്ത് കൊടുക്കണ്ടെങ്കിലും 1/2 കപ്പ് നമ്മൾ കാരമലൈസ് ചെയ്യാൻ ഉപയോഗിച്ചതുകൊണ്ടാണ്. അപ്പോൾ ടോട്ടൽ 1 കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ട് ചലിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത ക്യാരറ്റൊക്കെ ചേർത്തിട്ടുള്ള സിറപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. കേക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് പാല് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഇതിന്റെ പാകം നോക്കിയിട്ട് വേണം പാല് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിത് കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ ഇതുപോലെ റിബൺ പോലെ വീഴുന്നതാണ് ഇതിന്റെ കറക്റ്റ് പാകം.
ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ചേർത്തത് അലങ്കരിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ വെച്ചു കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇനി ഇത് നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ആദ്യം ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാം. ഇപ്പോൾ പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്കിത് വെച്ച് കൊടുത്ത് 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കി, ഇപ്പോൾ കുറച്ചുകൂടെ ആവാനുണ്ട്. ഇതിൻ്റെ നടുഭാഗം വെന്തിട്ടില്ല, കുറച്ചു നേരം കൂടെ വേവട്ടെ. ഇപ്പോൾ 50 മിനിറ്റ് ആയി. നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കത്തി കൊണ്ട് കുത്തി നോക്കാം. കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇപ്പോൾ കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്നില്ല, നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്ത് മറിച്ചിട്ട് കേക്ക് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. കണ്ടോ, കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.